റിസ്ക് എന്ന് പറഞ്ഞാൽ 100% റിസ്ക് ആയിരുന്നു. ലിറ്ററലി അവിടെ വെറും പഴവും പച്ചവെള്ളവും കുടിച്ച് ഞാൻ കിടന്നു. ഇത് നമ്മുടെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയിരുന്നു. ഒന്നുകിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് സിനിമ നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് വെളിയിൽ പോകും. അങ്ങനെ വന്നൊരു സിനിമയാണ് പൂച്ചക്കരുമ്പ്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ആൽബം കണ്ട ഇതിൻ്റെ അകത്ത് സുകുമാരിയെ നെടുമുടി വേണുവിനെ ഹീറോയിനായിട്ട് വെച്ചൊരു പടം കൊണ്ടുവന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞു. പുള്ളി നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പുള്ളി അത് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇങ്ങനൊരു പടം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇവരെല്ലാം കൂടെ എന്നാണ് പറഞ്ഞു. പക്ഷേ ഇവർ ചിരിച്ച ഇതേ സംഭവം തന്നെയാണ് തിയേറ്ററിൽ വന്നപ്പോഴും ആൾക്കാരുടെ ആ ചിരി എന്ന് പറഞ്ഞു. അന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 3-4 ഫൈറ്റ്, ഒരു പിന്നെ ബാർ ഡാൻസ്, പിന്നെ അല്ലെങ്കിൽ 2 റേപ്പ്, ഇതൊക്കെയാണ് അന്നത്തെ പടത്തിൻ്റെ കളക്ഷൻ പോയത്. പക്ഷെ അതെല്ലാം മാറിയിട്ട് ത്രൂ ഔട്ട് 2.5 മണിക്കൂറിന് മുകളിൽ മുഴുവൻ ചിരിക്കാനുള്ളൊരു സിനിമ എന്ന് പറയുന്നത് ആയിരുന്നു സിനിമ. അപ്പം ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. ഞാൻ താഴെ നോക്കുമ്പോഴത്തേക്ക് ഒരാൾ വയറിലിങ്ങനെ പിടിച്ചോണ്ട് ഏറ്റവും ഫ്രണ്ട് റോയിൽ ഒരുത്തൻ ഇങ്ങനെ ഓടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചോണ്ട്. ഭയങ്കരമായിട്ട് അയാൾ ചിരിച്ചിട്ട് അയാൾക്ക് സഹിക്കാൻ വയ്യാതെ ഇരിക്കാൻ വയ്യാതെ ഓടുകയാണ് ഈ കുതിരവട്ടം പപ്പുവിൻ്റെ ഇത് കണ്ടിട്ട്. മലയാള സിനിമയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ സിനിമ എന്ന് പറയുന്നത്. പടത്തിൽ അമ്മയുടെ പേര് രേവതി എന്നാണ്, അങ്ങനെയാണ് എൻ്റെ പേര് രേവതി എന്ന് ഇട്ടത്. ആ സമയത്താണ് ഞങ്ങളുടെ പ്രേമം കൊടുമ്പിരി കൊണ്ടിട്ടിരിക്കുന്ന സമയം. അതിൻ്റെ അകത്ത് ഒത്തിരി പേര് ഹംസങ്ങളായിട്ട് ഞങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശങ്കറിനെ കാണാനെന്നുള്ള വ്യാജേനയാണ് ഞാൻ സെറ്റുകളിൽ പോകുന്നത്. ഞങ്ങളുടെ പ്രേമം അവിടെ പൂത്തുലഞ്ഞ ഒരു സിനിമയും കൂടാണ് പൂച്ചക്കരുമ്പ്. പൂച്ചക്കരുമ്പ് മൂക്കുത്തി ഇതിൻ്റെ ഇടയിൽ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ വലിയൊരു സ്ക്രീനിൽ കണ്ടത്, നമ്മൾ TV-യിലായിരുന്നല്ലോ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഈ വലിയൊരു സ്ക്രീനിൽ കാണുമ്പോൾ അതൊരു വലിയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവമാണ്. അത് മാത്രമല്ല അത് കുറച്ചും കൂടെ നന്നായിട്ട് അവർ അതിൻ്റെ അത് റെസ്റ്റോർ ചെയ്തിരിക്കുന്നൊരു പ്രിൻ്റാണ് നമ്മളിവിടെ കണ്ടത്. അതുകൊണ്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ 1983 ഷൂട്ടിംഗ് തുടങ്ങി. ഡിസംബർ 9 ഷൂട്ടിംഗ് തുടങ്ങി. 84 മെയ് 14 റിലീസ് ചെയ്ത പടമാണ്. അതിനു മുമ്പ് നമ്മൾ വേറൊരു പടം ചെയ്തു, കൂലി എന്ന് പറഞ്ഞ പടം ചെയ്തു. അതിനു മുമ്പുള്ള നമ്മൾ 80-ലാണ് നമ്മൾ ആദ്യമായിട്ട് സിനിമ പ്രൊഡക്ഷനിൽ ഇറങ്ങുന്നത്. ഒരു തമിഴ് പടമായിട്ട് ഇറങ്ങി, അത് പൊളിഞ്ഞ് പാളീഷായിപ്പോയി. അത് പകുതി വഴി വെച്ച് പകുതിയിൽ നിർത്തേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ തേനും പായമ്പും എന്ന് പറഞ്ഞൊരു സിനിമയിൽ സഹകരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൂലി എന്ന് പറഞ്ഞൊരു സിനിമ തുടങ്ങി. അത് 8 നിലയിൽ പൊട്ടിപ്പോയി. 8-ഓ 16-ഓ നിലയിലാണ് പൊട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത്. ഇത് നമ്മുടെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനായിരുന്നു. ഒന്നുകിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് സിനിമ നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് വെളിയിൽ പോകും. അങ്ങനെ വന്നൊരു സിനിമയാണ് പൂച്ചക്കരുമ്പ്. ഈ കൂലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ എഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് അതിൻ്റെ വെളിയിൽ ഞങ്ങളിങ്ങനെ ശങ്കുണ്ണിയേട്ടൻ്റെ എഡിറ്റിംഗ് റൂം, AVM സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഒരു വലിയ നിരയായിട്ടുള്ളതാണ് എഡിറ്റിംഗ് റൂംസ്. അവിടെ ഇരുന്ന് അതിൻ്റെ ബെഞ്ചിൽ ഞങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കും, കാപ്പി കുടിക്കാനും ഇവർക്കൊക്കെ സിഗരറ്റ് വലിക്കാനും ഒക്കെ ആയിട്ട് വന്നിരിക്കും. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു 1 ലൈൻ പ്രിയം പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ സ്ട്രൈക്ക് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് അങ്ങനെ ആലോചിക്കുന്നത്. ഈ നമ്മുടെ കൂലി എന്ന് പറഞ്ഞ പടം പൊട്ടിത്താർന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക്, നമുക്ക് നിക്കക്കള്ളി ഇല്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനൊരു സിനിമയെക്കുറിച്ച് ആലോചിച്ചു. ഭയങ്കര ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ 100% റിസ്ക് ആയിരുന്നു. എന്നുവെച്ചാൽ അതന്ന് ഫണ്ട് ചെയ്തിരുന്നത് തിരുവങ്കടം റെഡ്ഡിയാർ എന്ന് പറഞ്ഞാൽ കൊല്ലത്തുള്ളൊരു നമ്മുടെ ഒരു വലിയൊരു ഗോഡ് ഫാദർ. അദ്ദേഹമാണ് തിരനോട്ടം എല്ലാം അങ്ങനെയുള്ള പടങ്ങളൊക്കെ നമുക്ക് ഇത് ചെയ്ത് സപ്പോർട്ട് ചെയ്തു. കൂലി സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഈ പൂച്ചക്കരുമ്പ് മൂക്കുത്തി സപ്പോർട്ട് ചെയ്തു. പക്ഷെ അന്ന് ഈ ഷൂട്ടിങ് കഴിഞ്ഞ് ഈ ആൽബം കൊണ്ടുവെക്കുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഓഫീസ് റൂമിൽ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും വരും. കേരളത്തിലെ സകല ഡിസ്ട്രിബ്യൂട്ടേഴ്സും അവിടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ആൽബം കണ്ട ഇതിൻ്റെ അകത്ത് സുകുമാരിയെ നെടുമുടി വേണുവിനെ ഹീറോയിനായിട്ട് വെച്ചൊരു പടം കൊണ്ടുവന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞു. ശരിക്കും ഇതിൻ്റെ അകത്ത് മോഹൻലാലോ നമ്മുടെ ശങ്കറോ മേനകയോ ഒന്നുമല്ല ശരിക്കും അതിൻ്റെ സെൻട്രൽ ക്യാരക്ടേഴ്സ്. അതിൻ്റെ അത് സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് നെടുമുടി വേണു, സുകുമാരി ചേച്ചിയാണ്. അപ്പം അത് പറഞ്ഞിട്ട് പുള്ളി നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പുള്ളി അത് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇങ്ങനൊരു പടം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇവരെല്ലാം കൂടെ എന്നാണ് പറഞ്ഞത്.
പിച്ചക്കൊരു മൂക്കത്തി ഈ ഇവിടെ തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇവിടെ ഏകദേശം കാസർഗോഡ് വരെയുള്ള എല്ലാ തിയേറ്ററുകളിലും ഞങ്ങൾ സന്ദർശിച്ചു. ഞങ്ങളൊരു മൂകാംബിക യാത്ര വെച്ചിട്ട് പടമാണ്. അവിടെയൊക്കെ ഈ ഓരോ ഷോ നടക്കുമ്പോഴും ഈ നമുക്കറിയാലോ മുന്നിസത്തിരിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ സീറ്റിൻ്റെ പുറത്തൊക്കെ ചാടിക്കിടന്ന് ചെയ്യിക്കുക. കൂടുതലും പപ്പൂട്ടൻ്റെ സീൻസുകളൊക്കെ അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ അവർ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ്. അപ്പം നമുക്കിത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറയുന്നത്, ഇത് നമ്മൾ വർക്ക് ചെയ്തൊരു പടമൊന്നുമല്ല, പ്രൊഡ്യൂസ് ചെയ്തൊന്നുമല്ല, ഞങ്ങൾ ജോലി ചെയ്ത ഒരു സിനിമ, അതിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. പ്രൊഡക്ഷനൊക്കെ വേറെ ആയാലും പ്രൊഡ്യൂസർ എന്നൊക്കെ ഉള്ളത് നമ്മൾ. അപ്പോൾ ഇന്നും ഞാൻ പറഞ്ഞു, ഇന്നും ഈ സിനിമ കാണുമ്പോൾ ഇതിൽ ഓരോ സീൻ എടുക്കുമ്പോഴും നമ്മുടെ തലയിൽ കൂടെ പോകുന്നത് എന്നാണ് ഇതെടുത്തത്, എവിടെയാണ് ഇതെടുത്തത്, അന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, അതുവരെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. അപ്പോൾ ഈ സിനിമയായിട്ട് നമുക്ക് അത്ര ബന്ധമാണ്. സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം അതിന് മുമ്പ് പ്രിയൻ സ്ക്രിപ്റ്റ് മാത്രമായിട്ട് ചെയ്തിരുന്നു. കുയിലിനെ തേടി, എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, അങ്ങനെ കുറേ സിനിമകൾ അതിന് സ്ക്രിപ്റ്റ് ചെയ്ത് ആ പടങ്ങളെല്ലാം ഹിറ്റായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യം നമുക്കുണ്ട്. പ്രിയൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രിയൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ടറോട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അവർ കോൺഫിഡൻ്റ് ഉണ്ട്. നേരത്തെ ഇപ്പോൾ നമ്മളെന്താണ് ഈ സുരേഷൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ പറയുമ്പോൾ അവർക്ക് അന്നത്തെ വേറൊരു കാര്യം, അന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 3-4 ഫൈറ്റ്, ഒരു പിന്നെ ബാർ ഡാൻസ്, പിന്നെ അല്ലെങ്കിൽ 2 റേപ്പ്, ഇതൊക്കെയാണ് അന്നത്തെ പടത്തിൻ്റെ കളക്ഷൻ പോയത്. പക്ഷെ അതെല്ലാം മാറിയിട്ട് ത്രൂ ഔട്ട് 2.5 മണിക്കൂറിന് മുകളിൽ മുഴുവൻ ചിരിക്കാനുള്ളൊരു സിനിമ എന്ന് പറയുന്നത് ആയിരുന്നു സിനിമ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. എന്നെ കളിയാക്കിയതാണ് പുള്ളി, മറ്റേ ഈ സുകുമാരി നെടുമുടി വേണുവിനെ കൊണ്ടൊരു പടം ചെയ്തു. അത് പക്ഷെ ഇവർ ചിരിച്ച ഇതേ സംഭവം തന്നെയാണ് തിയേറ്ററിൽ വന്നപ്പോഴും ആൾക്കാരുടെ ആ ചിരി എന്ന് പറഞ്ഞത്. അതേ സ്ഥലത്ത് എല്ലാവരും ഇവർ ചിരിച്ച അതേ സ്ഥലത്ത് എല്ലാം ഓഡിയൻസ് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊരു വലിയൊരു സംഭവമായിരുന്നു. അതായത് ഈ ഒരു മലയാള സിനിമയുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ 10 വർഷം കൂടുന്നതോടും മലയാള സിനിമ മാറും. നിങ്ങൾ 40കളുടെ മുകളിൽ എടുത്തു കഴിഞ്ഞാൽ 40 മുതൽ 50 വരെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലുള്ള സിനിമ അല്ല 50 മുതൽ 60 വരെ ഉള്ളത്. 50 മുതൽ 60 വരെ, 60 മുതൽ 70 വരെയും എല്ലാം നോവലുകളായിരുന്നു നമ്മുടെ മലയാള സിനിമയിലുണ്ടായിരുന്നത്. എല്ലാം പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരുടെ നോവൽ, തകഴി ശിവശങ്കരപ്പിള്ള, ഒറ്റക്കാടിൻ്റെ, അങ്ങനെയുള്ള എല്ലാ വലിയ വലിയ നോവലിസ്റ്റുകളുടെ നോവലുകളായിരുന്നു സിനിമയാക്കിയിട്ടുണ്ട്. 70 കഴിഞ്ഞ ഉടനെ വേറെ തിരക്കഥാകൃത്തുകൾ ഒത്തിരി വന്നു. അങ്ങനെ 70 മുതൽ 50 വരെ അങ്ങനെ ആയിരുന്നു. പിന്നെ 80-ന് ശേഷം ഉണ്ടായിരുന്ന ഒരു 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 എന്താണ് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ സിനിമ എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ അന്ന് വെറും പുതിയ ആൾക്കാരായിരുന്നു. അന്ന് അതിനു മുമ്പ് വന്നിട്ടുള്ള സിനിമകളെന്ന് പറഞ്ഞാൽ അയലത്തെ സുന്ദരി, നമ്മുടെ ഹരിഹരൻ സാർ ചെയ്തിട്ടുള്ള പിന്നെ ലവ് മാരേജ്, അങ്ങനെയുള്ള കുറേ തമാശ സിനിമകൾ വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ ഇങ്ങനൊരു സിനിമയായിട്ട് വരുന്നത്. അതൊരു വലിയൊരു ചരിത്രം തിരുത്തി കുറിച്ച ഒരു കാര്യമാണ്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ ഒക്കും. അതുകൊണ്ട് വലിയൊരു ചേഞ്ചായിരുന്നു. അതായത് വലിയ അന്ന് നസീർ സാറൊക്കെ ആയിരുന്നു. അന്ന് മധു സാറും നസീർ സാറും ഒക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തൊരു സോമേട്ടനെ മാത്രം കൊണ്ടുവന്നാണ് ആ പടത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ അന്നത്തെ ആളെന്ന് പറഞ്ഞ സോമേട്ടൻ. അപ്പം നമ്മൾ നേരെ പോയി സോമേട്ടനെ കണ്ടു, സോമേട്ടനെ അത് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയാണ് സോമേട്ടനെ ആ ക്യാരക്ടർ സോമേട്ടൻ ചെയ്തത്. അപ്പം അത് കഴിഞ്ഞ് ഈ പടം ചെയ്ത് ഇതിൻ്റെ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞതൊരു ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഞാനൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു. എന്ന് വെച്ചാൽ ഈ പടം ഏത് രീതിയിൽ ആളുകൾ എടുക്കുന്ന അറിയില്ല. പക്ഷെ പടം ഫസ്റ്റ് ഡേ എനിക്ക് ആ പ്രിൻ്റുമായിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് എത്താൻ പറ്റിയില്ല. അന്ന് ഞാൻ മദ്രാസിൽ ആയിപ്പോയി, സ്റ്റാൻഡേർഡ് ആയിപ്പോയി. എന്ന് വെച്ചാൽ അന്ന് ഈ പ്രിൻ്റുകൾ അയക്കുന്ന തിരക്കിലും ഒക്കെ ആയിരുന്നതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോരുത്തരെ വിളിക്കുകയാണ്, എന്താ എന്ന് പറയുമ്പോൾ പ്രിയനും നമ്മുടെ ക്യാമറാമാൻ എസ് കുമാർ ഇവരെല്ലാം കൂടെ എന്നെ വിളിച്ചു പറഞ്ഞു, ഭയങ്കര ഹിറ്റാണ് പടം, ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കതിനൊരു നമുക്കിത് കണ്ടാലല്ലേ നമുക്ക് മനസ്സിലാവും. ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം എനിക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റാത്തത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാനിവിടെ എത്തുന്നത്.
ദിവസം ഓടിപ്പോയി. അപ്പോൾ ഞാനും സനലും ദിവസവും അവിടെ പോവും. എവിടെ ധന്യാരമ്യയിലാണ് ഇത് റിലീസ് ചെയ്തത്. അവിടെ ചെന്ന് ദിവസവും ഈ പടം മാറ്റിനിയോ ഫസ്റ്റ് ഷോ ഏതെങ്കിലും ഒരു ഷോയിൽ ഞങ്ങൾ അവിടെ ചെന്ന് നിൽക്കും. ചിലപ്പോൾ 2 ഷോയിൽ ചെന്ന് നിൽക്കും. അപ്പോൾ ഈ ആളുകളൊക്കെ ഹൗസ്ഫുള്ളാണ്. അപ്പോൾ ആളുകൾ ഈ ക്ലൈമാക്സ് കാണാൻ സമയത്ത് ഈ ആളുകൾ ഭയങ്കരമായിട്ട് എണീറ്റ് ചിരിക്കുന്ന ഒരു സംവിധാനം ഇല്ല. ആളുകൾ അതിൻ്റെ അകത്തെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന എണീറ്റ് അതായത് ആർത്ത് ചിരിക്കുകയാണ്. ഇപ്പോൾ ആൾക്കാർ തന്നെ ചിലപ്പോൾ അത്രയും ചിരിക്കില്ല. എന്ന് വെച്ചാൽ അന്നത്തെ ഒരു സ്ഥിതിയല്ല ഇന്ന്. ഇന്നത്തെ കോമഡിക്ക് വ്യത്യാസമുണ്ട്, ഇന്നത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിന് വ്യത്യാസമുണ്ടൊക്കെയാണ്. അന്ന് ഞാൻ താഴെ നോക്കുമ്പോഴത്തേക്ക് ഒരാൾ വയറിലിങ്ങനെ പിടിച്ചോണ്ട് ആ താഴെ ഏറ്റവും താഴത്തെ നിലയിൽ ഈ ഏറ്റവും ഫ്രണ്ട് റോയിൽ ഒരുത്തൻ ഇങ്ങനെ ഓടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചോണ്ട്. ഭയങ്കരമായിട്ട് അയാൾ ചിരിച്ചിട്ട് അയാൾക്ക് സഹിക്കാൻ വയ്യാതെ ഇരിക്കാൻ വയ്യാതെ ഓടുകയാണ് ഈ കുതിരവട്ടം പപ്പുവിൻ്റെ ഇത് കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ ഞാൻ നസീർ സാറിനെയും കൊണ്ട് ഈ പടം കാണാം. അപ്പം നസീർ സാർ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുകയാണ്. നസീർ സാറ് ഈ പടം കണ്ടിട്ട് നസീർ സാറ് ക്ലൈമാക്സിൽ ചിരിക്കുകയാണ്. ചിരിച്ച് അങ്ങനെ വന്നിട്ട് എൻ്റെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ അടിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് കാണുകയാണ്. എനിക്കത് ഭയങ്കര ഇന്നും എനിക്ക് ഓർമ്മിക്കുന്ന ഏറ്റവും വലിയൊരു അനുഭവമാണ്. അപ്പോൾ നസീർ സാർ അതങ്ങ് എൻജോയ് ചെയ്തിട്ട് സാറിൻ്റെ കണ്ണിക്കൂടൊക്കെ വെള്ളം വന്ന് ചിരിച്ചിട്ട് അപ്പം സാറ് വെളിയിൽ ഇറങ്ങിയിട്ട് സാറ് സിനിമ ഈ ക്ലൈമാക്സ് തീർന്നിട്ട് സാറ് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ടാണ് പിന്നെ. അപ്പം അതൊക്കെ ഒരു വലിയ ഓർമ്മകളാണ്. ഇതൊരു വലിയൊരു ഏറ്റവും വലിയ അന്നത്തെ ഏറ്റവും വലിയ ഒരു ഹിറ്റുകളിലൊന്നായിരുന്നു 84-ലെ. അതൊരു വലിയൊരു സംഭവമാണ്. ഞങ്ങളുടെ സിനിമയുടെ എല്ലാവരുടെയും, ലാലിൻ്റെ ആണെങ്കിലും ശങ്കറിൻ്റെ ആണെങ്കിലും മേനകയുടെ ആണെങ്കിലും സുരേഷ് കുമാറിൻ്റെ ആണെങ്കിലും സനൽകുമാറിൻ്റെ ആണെങ്കിലും ഞങ്ങളുടെയൊക്കെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്ന സിനിമ എന്ന് പറയുന്നത്. പടം ആക്ച്വലി ഒരു സ്പെഷ്യൽ മൂവിയാണ്. പറയണമെങ്കിൽ അച്ഛനും അമ്മയും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതും പ്രേമിക്കുന്നതും ഈ സിനിമയിലാണ്. ഇതിൻ്റെ ഒരുപാട് കഥകൾ ഞങ്ങൾ കുറേ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ച് ഇവരെങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്നുള്ള ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ ചെറുത് മുതലേ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ സീന് കാണുമ്പോഴും ഈ കഥകളാണ് തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഭയങ്കര ഫണ്ണായിട്ട് തോന്നി. അതും കൂടി അറിഞ്ഞിട്ട് കാണുമ്പോൾ ഭയങ്കര ഫണ്ണായിട്ട് തോന്നി. പിന്നെ അവർ ഈ പടത്തിൽ ഒരുമിച്ച് പ്രേമിച്ചു. ഈ പടത്തിൽ അമ്മയുടെ പേര് രേവതി എന്നാണ്. അങ്ങനെയാണ് എൻ്റെ പേര് രേവതി എന്ന് ഇട്ടത്. പിന്നെ എൻ്റെ ഗുരുനാഥൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പം കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഇത്രയും വർഷം കഴിഞ്ഞ് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടി നിന്ന് ഇത് കണ്ടല്ലോ, അത് തന്നെ നമുക്കൊരു വലിയ ഹാപ്പിനെസ്സാണ്. ഇതിൽ പറയാൻ പറ്റത്തില്ല, പക്ഷെ അതൊരു ഇൻസൈഡ് ജോക്കായിട്ട് നമുക്ക് ക്ലോസ് സർക്കിൾസിൽ അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ചിലതൊക്കെ അച്ഛൻ പറയട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങളത് കേട്ട് വളർന്നുകൊണ്ട് ഞങ്ങൾ വളരെ നന്നായിട്ട് ആ സീൻസൊക്കെ ഞങ്ങൾ ചിരിച്ച് എൻജോയ് ചെയ്തു. ആ സമയത്താണ് ഞങ്ങളുടെ പ്രേമം കൊടുമ്പിരി കൊണ്ടിട്ടിരിക്കുന്ന സമയം. അപ്പം അതിൻ്റെ അകത്ത് ഉള്ള സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒത്തിരി പേര് ഹംസങ്ങളായിട്ട് ഞങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് സനൽ, ഒന്ന് ഞങ്ങളുടെ ഫ്രണ്ട് രാധാകൃഷ്ണൻ അപ്പി എന്ന് പറയുന്നത്, പിന്നെ ശങ്കർ അതിന് മുമ്പേയും അതിന് ശേഷവും ഒക്കെ ശങ്കറിനെ കാണാനെന്നുള്ള വ്യാജേനയാണ് ഞാൻ സെറ്റുകളിൽ പോകുന്നത്. അപ്പോൾ ശങ്കറും മേനകയാണ് ഏറ്റവും കൂടുതൽ പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരൊരുമിച്ച് അഭിനയിച്ച പടങ്ങളിൽ ആ സെറ്റുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് അപ്പോൾ ശങ്കറിനെ കാണാനെന്നുള്ള വ്യാജേന ഞാൻ അവിടെ ചെല്ലാറുണ്ട്. ഞാൻ ഇപ്പം മേനക ഞാൻ ഇപ്പം പറയാൻ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. എന്ന് വെച്ചാൽ ഞാൻ പപ്പി എന്ന് വിളിച്ച് മേനക എന്നുള്ള പേരേ ഞാൻ പറഞ്ഞു. അപ്പോൾ പപ്പിയെ കാണാനായിട്ടാണ് ഞാൻ അവിടെ ചെന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് ഇത് ഇൻസ്റ്റിഗേറ്റ് ചെയ്ത ആൾക്കാർ. സനൽ, അപ്പി, ശങ്കർ, എല്ലാവരും. അപ്പം അങ്ങനെ ഒരു ഞങ്ങളുടെ പ്രേമം അവിടെ പൂത്തുലഞ്ഞ ഒരു സിനിമയും കൂടാണ് പൂച്ചക്കരി. രേവതി എന്നുള്ള ഒരു പേരിടാനുള്ള ഒരു കാരണം തന്നെയാണ്. ഇതിൻ്റെ അകത്തെ ക്യാരക്ടറിൻ്റെ പേര് രേവതി എന്നാണ്. മേനകയുടെ ക്യാരക്ടറിൻ്റെ പേര് രേവതി എന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ രേവുവിന് ആ പേര് രേവതി എന്നിട്ടത്. പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി അങ്ങനെ ഒരു ഈ സമയത്താണ് ഞങ്ങൾ തമ്മിലുള്ള പ്രണയം വലിയ പൂത്തുലയുന്നത് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെയുള്ള കൂട്ടുകാരുണ്ടായിരുന്നു. പപ്പയുടെ വീട്ടിൽ നിന്ന് ഒന്നും ഒരു എതിർപ്പില്ലായിരുന്നു. അമ്മയൊക്കെ വളരെ സപ്പോർട്ടീവായിരുന്നു.
അപ്പം അത് അങ്ങനെ നടന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ സുഹൃത്തുക്കളാണ് അവിടെ പോയിരുന്ന ഓരോ കാര്യങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് കയറ്റി നമ്മൾ വലിയ ആളാണെന്ന് അവരുടെ ഒരു മനസ്സിൽ നമ്മളെ എത്തിച്ചത് എൻ്റെ സുഹൃത്തുക്കളാണ്. പോരാത്തതിന് ശങ്കർ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇടയിൽ ഒരു ഹംസമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് തിരുവങ്കടം മുതലാളിയെ ഈ പ്രോജക്റ്റുമായിട്ട് ചെല്ലുമ്പോൾ പുള്ളി പറയുന്നത് എന്താണ്? പുള്ളി പറയുന്ന ഇതിൻ്റെ ഡയറക്ടർ പ്രിയദർശൻ വേണ്ട, ശശികുമാർ സാറിനെ വെച്ച് ചെയ്യാം. പ്രിയൻ വേണ്ട, പ്രിയൻ നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതും, പ്രിയൻ എഴുതിക്കോട്ടെ. അപ്പോൾ പ്രിയൻ അതിന് മുമ്പ് ഏതൊക്കെയോ എങ്ങനെ നീ മറക്കും അങ്ങനെ 2 സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അത് പ്രിയൻ എഴുതിക്കോട്ടെ, ഇതിൻ്റെ ഡയറക്ടർ ശശികുമാർ സാറിനെ വെക്കാം. ശശികുമാർ സാറിന് അന്ന് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ റെമ്യൂണറേഷൻ 50,000 രൂപയാണ്. പുള്ളിക്കുള്ള 50,000 രൂപ ഞാൻ തന്നോളാം. അപ്പം ഞാൻ പറഞ്ഞു, മുതലാളി, അദ്ദേഹത്തെ മുതലാളി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, മുതലാളി അത് പറ്റൂല, ഞാനൊരു വാക്ക് കൊടുത്തു പോയി, നമുക്ക് മാറ്റാനൊക്കില്ല. അപ്പം ഈ പുള്ളിയെ കൺവിൻസ് ചെയ്യാനായിട്ട് ഞാൻ 2 പ്രാവശ്യം ശങ്കറുമായിട്ട് അവിടെ പോയി. ശങ്കു അന്ന് ഞങ്ങളുടെ കൂടെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ശങ്കറിനെ പോലെ ഒരാൾ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. ഈ പ്രോജക്റ്റൊക്കെ ഉണ്ടാവാൻ കാരണവും ശങ്കറാണ് ഞങ്ങളുടെ കൂടെ വന്നിട്ട് അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നത്, പ്രിയൻ നല്ല കഴിവുള്ള ആളാണ്, ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയനും കൂടെ ശങ്കറും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ പടം നടന്നത്. ഇപ്പം ടെക്നോളജി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി കാര്യങ്ങളായി. പക്ഷെ അന്നൊന്നും അങ്ങനെയില്ല. കാരണം നമ്മളിപ്പോൾ ഒരു സെക്ഷൻ മാത്രം നോക്കിയാൽ ഒരു സംവിധായകൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ മൊബൈലും കാര്യങ്ങളൊന്നുമില്ല. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഓരോരുത്തരുടെ കയ്യിലും 2-3 നോട്ട്ബുക്ക് കാണും. അതിലെഴുതി വയ്ക്കണം. ഈ കണ്ടിന്യൂറ്റി എന്നൊക്കെ പറഞ്ഞ സാധനം, ഒരു ഷോട്ട് എടുത്ത് കഴിയുമ്പോൾ അത് ഒരാൾ സ്ത്രീയാണെങ്കിലായിട്ടിരിക്കുന്ന കമ്മൽ, സാരിയുടെ കളറ്, ഇതൊക്കെ എഴുതി വയ്ക്കണം. കാരണം ചിലപ്പോൾ ആ സീൻ നമ്മളെ പകുതി എടുത്തിട്ടില്ല, വേറൊരു ദിവസമാണ് എടുക്കുന്നതെങ്കിൽ ഈ കണ്ടിന്യൂറ്റി അവിടെ വേണം. ഇത് പറഞ്ഞതുപോലെ ഒരാൾ ഏത് ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത്, ഏത് കാലിലാണ് ഇട്ടിരിക്കുന്നത്, കാലെവിടെയാണ് വെച്ചിരിക്കുന്നത്, കൈ എവിടെയാണ് ഇരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഈ കണ്ടിന്യൂറ്റിയിൽ എഴുതുക. അതുപോലെ തന്നെയാണ് അന്നത്തെ കാലത്ത് ഈ സ്റ്റിൽസ് എടുക്കുന്നത്. കളറിൽ കൊടുക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കണ്ടിന്യൂറ്റി അറിയാൻ വേണ്ടി മാത്രം. ആ ഒരു കാലഘട്ടം എളുപ്പമൊന്നുമല്ലായിരുന്നു, വളരെ ബുദ്ധിമുട്ടുള്ളത്. കാരണം നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റുഡിയോയിലും. ഇപ്പോൾ ഡബ്ബിങ് ഒരിടത്തായിരിക്കും, എഡിറ്റിംഗ് ഒരിടത്തായിരിക്കാം, പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറൊരിടത്തായിരിക്കാം, ലാമ്പ് വേറൊരിടത്തായിരിക്കും. ഇതെല്ലാം ഓരോ കാര്യങ്ങളും ഒരിടത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ തന്നെ എടുത്തുകൊണ്ട് പോകണം. പിന്നെ ഇതെല്ലാം ഫിലിമാണ്. ഫിലിം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു നമ്മളൊക്കെ ചെയ്യുമ്പോൾ 40,000 അടിയിലൊക്കെ നിൽക്കും. അതായത് 80-90 ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് ഈ റീലുകളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പോകണം, പോയി അവിടെ കൊണ്ടു കൊടുക്കണം, അവിടുന്ന് തിരിച്ച് ഇവിടെ എത്തിക്കണം. ഇത് ഫുൾ ടൈം നമ്മൾ ഇതിൻ്റെ കൂടെ നിന്നേ പറ്റും, വേറെ ആർക്കും നിൽക്കാൻ പറ്റും. ഞങ്ങൾ മാത്രമല്ല, എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ആ ഒരു ഭയങ്കരമായ. പക്ഷെ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളിനെ വയ്ക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഒരു കാരണം ഈ പറഞ്ഞ ഈ പൂച്ചക്കരി മുഖത്തിൽ തന്നെ ഞാൻ പറഞ്ഞ 18-21 ആർട്ടിസ്റ്റുകളുണ്ട്. അത്രയും ആൾക്കാർ വരെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എവിടെ പോകുന്നതാണ്. പിന്നെ അത് നോക്കാനായിട്ട് ആളുകളെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് ഒരിക്കലും നോക്കാൻ. മാത്രമല്ല ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല. കാരണം ഒരാളിനെ ഏൽപ്പിച്ച് അവരെന്തെങ്കിലും ചെയ്തിട്ട് പോയി പൈസ വാങ്ങിച്ചുകൊണ്ട് പോകും. ഇത് ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരു വീട് കണ്ടുപിടിക്കുക, അവിടെ ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണ്. നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ചെയ്തു. പിന്നെ നമുക്കിപ്പോഴും ഇന്ന് ഈ ഇവിടെ കാണുമ്പോഴും എനിക്ക് ഈ 42 വർഷത്തിന് മുമ്പ് ഈ വീടുകൾ കണ്ടുപിടിച്ചതിൻ്റെ ഒരു സന്തോഷം എനിക്ക്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ആരും ഈ പറയുന്നതിനകത്ത് ആ വെളിച്ചെൻ്റെ വീടൊന്നും അവിടെ ഷൂട്ട് ചെയ്തിട്ടേ, ആ വീട്ടിൽ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ അതൊരു ത്രില്ലാണ്. ഇവിടെ എൻ്റെ വീട്ടിലാണ് മോഹൻലാലിൻ്റെ വീടായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ശങ്കരാടി, ശാന്തകുമാരി, ആ സീനുകൾ. അതിൻ്റെ മുകളിലത്തെ ബാൽക്കണി, താഴത്തെ ആ റൂം, പിന്നെ മേനകയുടെയും സൂര്യയുടെയും കൂടെ ഒരു റൂം വരുന്നുണ്ട്, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ. അതെല്ലാം എൻ്റെ വീട്ടിൽ. ശങ്കരാടി അല്ലെങ്കിൽ അതുപോലെ സുകുമാരി, നെടുമുടി വേണു, ഇവരൊക്കെ അഭിനയിക്കുന്ന ആ ഒരു രീതി ഇന്നാരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് പേഴ്സണലി ഒരുപാട് പ്രയാസമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പ്രിയനെയൊക്കെയാണ്. പ്രിയൻ ആദ്യത്തെ സിനിമ മുതൽ ഇത്രയും ആൾക്കാരെ വെച്ച് ചെയ്തിട്ട് എല്ലാ സിനിമകളിലും ഇവർ വന്നും പോയിരിക്കുന്നുണ്ട്. പ്രിയനൊരു സബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ തലയിലുണ്ടാകുന്നത് ഈ ആർട്ടിസ്റ്റുകളാണ്. ഇപ്പോൾ ആരും ഇല്ല എന്നുള്ളത്. പ്രിയൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ആരും. അത് വളരെ വലിയ പ്രയാസമാണ്, ദുഃഖമാണ്. പ്രിയൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, പ്രിയൻ അങ്ങനെ തമാശ പറയുന്ന ഒരാളല്ല. പക്ഷെ പ്രിയൻ ഒരുപാട് തമാശ ആസ്വദിക്കും.
പിന്നെ അതുപോലെ പ്രിയൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എത്ര തമാശ ഒരാളിൽ നിന്ന് വേണം എന്നുള്ളതിൻ്റെ അളവ് പ്രിയൻ അറിയാം. അവരെ കൊണ്ട് വെറുതെ നിങ്ങളങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല. ഇത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അവിടെ പ്രിയൻ കട്ട് ചെയ്യും. കാരണം അത് പ്രിയൻ അറിയാം. കാരണം പ്രിയൻ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് പ്രിയൻ ഒരു സംവിധായകനെക്കാട്ടിലും വലിയ രീതിയിലൊരു എഡിറ്ററാണ്. എടുക്കുന്ന സംഭവം തിയേറ്ററിൽ അവിടെ എങ്ങനെ വരും എന്നുള്ളൊരു ധാരണ പ്രിയൻ്റെ തലയിൽ. അല്ല പ്രിയൻ ഒരിക്കലും തമാശ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ലാലൊക്കെ പറയുന്ന തമാശകളല്ലേ മറ്റുള്ളവർ പറയുന്ന കേട്ടുന്ന തമാശകളിൽ ആസ്വദിക്കുമായി. അഭിനയിക്കാനുള്ളത് നമുക്ക് പ്രയാസമൊന്നുമില്ല. കാരണം ഞാൻ ഇതിനു മുമ്പ് ധാരാളം നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അഭിനയിക്കാൻ വേണ്ടി പോയതാണ് ഇത്. ആ സിനിമ ശരിക്കും പറയുമ്പോൾ ഉച്ചക്കൊരു മുഖത്തിൻ്റെ മുഴുവൻ സ്ക്രിപ്റ്റ് എഴുതി വെച്ചതിന് ശേഷം തുടങ്ങിയതാണ്. പക്ഷേ എൻ്റെ ക്യാരക്ടർ ഇല്ല അതിന്. അപ്പോൾ അതിന് മുമ്പുള്ള സിനിമ കൂലി എടുത്തപ്പോഴും എനിക്ക് വേഷമില്ല. അപ്പോൾ പ്രിയൻ പറഞ്ഞ അടുത്തതാകും. അപ്പോൾ പൂച്ചക്കൊരു മുഖത്ത് ഞാൻ നോക്കി സ്ക്രിപ്റ്റൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരു 18-21 ആർട്ടിസ്റ്റുകൾക്ക് വേഷമുണ്ട്. എനിക്ക് വേഷമുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യമുള്ളൂ പ്രിയൻ. ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യും? ഞാൻ പറയും ഇങ്ങനൊരു സാധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ഞാനൊരു പഴയ നാടകത്തിൻ്റെ സ്കിറ്റാണ്. ആ സ്കിറ്റിൽ നിന്ന് എടുത്തിട്ടതാണ് ഇടിയെല്ലാം പോലെ ഭയമുള്ള ഒരു റൗഡി എന്നുള്ളത്. അത് പക്ഷേ പ്രിയൻ അത് ഓരോ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗ്യാപ്പിൽ കയറ്റി കറക്റ്റ് ചെയ്തതാണ്. നമ്മൾ ഏറ്റവും ടെൻഷനിൽ ഇറക്കിയ പടമാണ്. അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ പടം കൂലി എന്ന് പറഞ്ഞ പടം ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി പോയി. അപ്പോൾ ആ പടം റിലീസ് ചെയ്ത ഫസ്റ്റ് ഡേ, കൂലി റിലീസ് ചെയ്ത ഫസ്റ്റ് ഡേ ഞാൻ കൊല്ലത്തെ ഒരു തിയേറ്ററിൽ വിളിച്ചിട്ട് ഇതിൻ്റെ ഷെയർ എന്താണെന്ന് വിളിച്ച് ചോദിക്കുന്നത്. അന്നൊന്നും നമുക്കൊന്നും ഈ സിനിമയായിട്ട് അങ്ങനെ ഒരു ബന്ധം, അങ്ങനെ ഈ സിനിമ ഇൻഡസ്ട്രി ആയിട്ടൊന്നും അങ്ങനെ ഒരു ബന്ധമില്ല. അന്ന് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ആൾക്കാരാണ്, അതായത് ഞങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ഏറ്റവും വലിയ ആൾക്കാരാണ് സിനിമയിൽ നിൽക്കുന്നത്. അപ്പോൾ അവരുമായിട്ടൊന്നും നമുക്ക് പരിചയമില്ല. അപ്പം ഞാൻ കൊല്ലം കൃഷ്ണ തിയേറ്ററിൽ വിളിച്ചിട്ട്, ആ കൃഷ്ണ തിയേറ്ററിലൊന്നും നിന്നില്ല, വിളിച്ചിട്ട് ഇതിൻ്റെ ഷെയർ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ മാനേജർ നിങ്ങൾ പ്രൊഡ്യൂസറാണോ? ഞാൻ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസർ. ഇവിടുത്തെ 19 ചെയർ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, അതിൻ്റെ കാശ് നിങ്ങളുടെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഷെയർ ചോദിക്കുമ്പോൾ ചെയർ അടിച്ച് പൊട്ടിച്ച് ആൾക്കാർ ആ പടം കണ്ട് തകർന്ന് തരിപ്പണമായി ചെയറും കൂടെ അടിച്ച് പൊട്ടിച്ച് അത് കേട്ട് നമ്മൾ തകർന്ന് തരിപ്പണമായി പോയി. അങ്ങനൊരു ഒരു പ്രൊഡ്യൂസറിനും ഉണ്ടാവില്ല. അതിൽ നിന്ന് നമ്മൾ ഒരു ഉയർത്തെഴുന്നേൽപ്പോടുകൂടി വന്നിട്ട് ഒരു പടം ചെയ്യുകയാണ്. എന്തൊരു റിസ്ക് ആണെന്ന് ആലോചിച്ചു. പക്ഷെ നമുക്കൊന്നും ആ റിസ്ക് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എനിക്ക് എന്താണ് അന്ന് 84 എനിക്ക് 23-24 വയസ്സേ ഉള്ളൂ. 24 അങ്ങനത്തെ 23 വയസ്സ് ആ സമയത്താണ് നമ്മൾ ഈ പടം ചെയ്യണം. കൂലി ചെയ്യുമ്പോൾ നമുക്ക് 22 വയസ്സേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഒന്നും നോക്കാതെ സിനിമ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ച ആൾക്കാരാണ് നമ്മൾ തിരനോട്ടമാണെങ്കിലും ഞങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് 17-18 വയസ്സേ. അപ്പം അതിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് നമ്മൾ കരയിൽ തൊടാതെ അലൈകൾ എന്ന് പറഞ്ഞൊരു തമിഴ് പടം, ആ തമിഴ് പടം പൊട്ടി തകർന്ന് തരിപ്പണമായിപ്പോയി. എന്ന് വെച്ചാൽ അത് തുടങ്ങിയില്ല, അതിന് മുമ്പേ തരിപ്പണമായിപ്പോയി. കരയെ തൊട്ടുമില്ല, നമ്മൾ കടലിനകത്തും ആയിപ്പോയി. അങ്ങനെ ആയിപ്പോയി എന്നുവെച്ചാൽ അത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. ഞാനൊക്കെ സ്വാമി സ്വാഡിൽ ആ പടം അതിൻ്റെ ഷൂട്ടിംഗ് നിന്നുപോയി, ഒന്നും മുന്നോട്ട് പോകാതെ വന്നിട്ട് നമ്മൾ സ്വാമീസ് ലോഡ്ജിൽ വെറും പഴവും തിന്ന് അവിടുത്തെ കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയ അവിടുത്തെ ഒരു സെർവ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, എല്ലാം ഫുഡൊക്കെ സെർവ് ചെയ്യും. കൃഷ്ണേട്ടൻ്റെ ഒരു എന്താണ് കൃഷ്ണേട്ടൻ നമ്മളെ സഹായിച്ചുകൊണ്ട് നമ്മൾ ചാപ്പാട് കഴിച്ച് അവിടെ പട്ടിണി കിടന്നിട്ടുണ്ട് അന്ന് ആ സമയത്ത്. പക്ഷെ അതൊക്കെ നമ്മളൊരു ത്രില്ലായിട്ട് എടുത്ത് കൊണ്ടുവന്നു. പക്ഷെ ഇന്ന് അങ്ങനല്ല, ഇന്ന് സിനിമ മാറിപ്പോയി. ഇന്ന് സിനിമ വേറൊരു ലെവലിലാണ്. ഇതൊന്നും ആരും ഇപ്പം പറഞ്ഞാൽ ചിലപ്പോൾ പറയാം അയാൾ ചിലപ്പോൾ തള്ളുന്നതാണെന്ന് പറയും. പക്ഷെ അതല്ല, ഞങ്ങൾ ലിറ്ററലി അവിടെ പട്ടിണി കിടന്ന സമയങ്ങളുണ്ട്. വെറും പഴവും പച്ചവെള്ളവും കുടിച്ച് ഞാൻ കിടന്നു. എന്നുവെച്ചാൽ എല്ലാം പോയി, കൊണ്ടുവന്ന കാശും പോയി, നമ്മളെ പാളും പറ്റിച്ച് നമ്മൾ മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ പടവും നിന്ന് പോയി. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് എടുക്കാനായിട്ട്. ട്രിവാൻഡ്രം ക്ലബ് ഫിലിം കളക്റ്റീവിൻ്റെ ഒരു സീരീസ് ഓഫ് ഫിലിംസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ സിനിമ സൂര്യോദയ ക്രിയേഷൻസിൻ്റെ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയായിരുന്നു. പൂച്ചയ്ക്കൊരു മൂക്കുത്തി എടുക്കാനുള്ള കാരണം പ്രത്യേകിച്ച് മലയാള സിനിമ കാലഘട്ടത്തിൽ വാഴ്ന്നിരുന്ന പഴയ നിർമ്മാണ കമ്പനികൾക്ക് വ്യത്യസ്തമായി ആദ്യമായി യുവതലമുറ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ് സൂര്യോദയ ക്രിയേഷൻസിൻ്റെ പേരിലുള്ള പൂച്ചയ്ക്കൊരു മൂക്കുത്തി.
അങ്ങനെയാണ് നമ്മുടെ ക്ലബിൻ്റെ മെമ്പേഴ്സാണ് ഈ 2 പ്രൊഡ്യൂസേഴ്സും. നമ്മുടെ ക്ലബിൻ്റെ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മെമ്പേഴ്സായവരുടെ ഫിലിംസ് കാണിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രൊഡക്ഷനുണ്ട്, ഡയറക്ഷനുണ്ട്, ആക്ടേഴ്സുണ്ട്, മ്യൂസീഷ്യൻസ് ഉണ്ട്. പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇവിടെ മെമ്പേഴ്സാണ്. അവരുടെ സിനിമകളുടെ ഒരു സീരീസാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സിനിമ കാണിക്കാനുണ്ടായ ഒരു എന്താ പറയുക, നമുക്ക് അതിയേറ്റ സന്തോഷമുണ്ട്. അവർ രണ്ടുപേരും ഇവിടെ വന്നതിലും ഞങ്ങൾക്ക് അതിയേറ്റ ആഹ്ലാദമാണ്.